വീട്ടിൽ ഈ പച്ചക്കറിത്തോട്ടത്തിന് ശരിയായ അവകാശി രമയാണ്. ശരിയായ അവകാശി രമയാണ് സത്യത്തിൽ പറഞ്ഞാൽ. ഞാൻ വല്ലപ്പോഴും ഇതേപോലെ അവസരം കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് രമ അപ്പോൾ രമ പറയും, ഞാൻ അധികം വെള്ളമൊഴിക്കുന്ന ആളാണ്, എന്നോട് അധികം വെള്ളമൊഴിക്കരുത്, അതേപോലെ അധികം വളരരുത്, ഇതിനെല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് രമ നോക്കും. ഇത് ഓരോ ക്രോപ്പ് ഇങ്ങനെ മാറി കഴിയുമ്പോൾ കുറേശ്ശെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ വീട്ടിൽ വലിയ പോളി ഹൗസ് ഉണ്ടായിരുന്നു. ആ പോളി ഹൗസ് ശരിക്കും കൃഷിമന്ത്രിയായിരുന്ന KP മോഹനൻ വന്നിട്ടത് വിത്തിട്ടത്. അത് കഴിഞ്ഞ് അന്ന് ആഭ്യന്തരമന്ത്രിയും ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്ന് വിളവെടുപ്പ് നടത്തി. ഭയങ്കരമായി പോളി ഹൗസ് ഉണ്ടാക്കിയപ്പോൾ കുക്കുമ്പറും അതേപോലെ വെണ്ടയും തക്കാളിയും കുക്കുമ്പറൊക്കെ എന്താ പറയുക ഭയങ്കരമായി വിളവുണ്ടായി. പറഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പോൾ പോളി ഹൗസ് ശരിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചോദിച്ചതല്ലാന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. പോളി ഹൗസ് പൂർണ്ണമായും അതിന് പൂപ്പലൊക്കെ വന്ന് ഫംഗസൊക്കെ വന്ന് ഉദ്ദേശിച്ച പോലെ അതിൻ്റെ ക്രമീകരണങ്ങൾ പറ്റി നമ്മൾ ഇത് പൊളിച്ചു മാറ്റി. കുറച്ച് നഷ്ടമൊക്കെ സംഭവിച്ചു. ഇതിന് കാരണമുണ്ട്. ചെറുപ്പം മുതലേ ഞാൻ പാടത്ത് വീടിൻ്റെ അവിടെ അപ്പുറത്തുള്ള അയൽക്കാട്ട് പറയുമ്പോൾ കളർക്കിൻ്റെ പാടത്ത് അമ്മ മത്തയും വെള്ളരിയും കുമ്പളവും നടും. അത് നടക്കേണ്ട ചുമതല അമ്മയുടെ ഒപ്പം ഞാനും താരയും എൻ്റെ പെങ്ങൾ താരയ്ക്കും പെങ്ങൾ ലളിതയും ഉൾപ്പെടെയുള്ളവർക്ക്, ബാക്കിയുള്ളവരൊക്കെ അപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ് പോയിരുന്നു. അപ്പം അത് കാരണം അന്ന് സ്കൂളിൽ പോകും മുമ്പ് നനച്ചിട്ട് സ്കൂളിലോട്ട് വന്നാൽ വീട്ടിലുള്ള പിന്നെ വളമൊക്കെ കൊണ്ടിടും, തടം വയ്ക്കും. ഇതൊക്കെ ആയിരുന്നു പണ്ട് നമ്മുടെ പണി. അതിപ്പോൾ ചെറുപ്പം മുതലേ അതുകൊണ്ട് നമുക്ക് ഈ കൃഷിയോട് ഒരു മനസ്സും ആഭിമുഖ്യം ഉണ്ടായി. ഞാൻ MLA ആയപ്പോൾ ഹരിത സമൃദ്ധി എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചു. നാട്ടിക MLA ആയപ്പോൾ ആദ്യം അതെൻ്റെ സ്വന്തം ഗ്രാമമായ ഈ തലക്കുളത്ത് എൻ്റെ ഈ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ തരിശായ എല്ലാ പാടത്തും ഞാൻ കൃഷി ഇറക്കി. ഞാൻ തന്നെ അതിനുള്ള വിത്തും വളവും MLA ഫണ്ട് ചെയ്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ MLAയുടെ അലവൻസും ശമ്പളത്തിൽ നിന്നൊക്കെ എടുത്ത് ഇതിനാവശ്യമായ വിത്തും വളവും സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കി. സ്ത്രീകളുടെ മാത്രം ഹരിത സമൃദ്ധി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അത് ഭയങ്കര സക്സസ്ഫുള്ളായി ഞാനിവിടെ കൊണ്ടുവന്നു. വിഷുവൊക്കെ ആകുമ്പോൾ പിന്നെ വണ്ടി കണക്കിനാണ് ഇവിടെ വെള്ളരിയും മത്തയും കുമ്പളങ്ങയും ഒക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീടിനോട് ചേർന്നുള്ള പാടത്ത് ചീരപ്പാടാക്കിയത്, ഒരിക്കൽ മുളക് പാടാക്കി, എല്ലാത്തരം പച്ചക്കറി കൃഷികളും ഇട്ടു. കൃഷിയുമ്പ ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ സ്നേഹിതൻ അനീഫോടും ഫാത്തിമാന്ന പേര് ഞങ്ങൾ കൃഷിയുമ്പ വിളിക്കും. ഉമ്മ വന്ന് ജീരകം വരെ പാടത്ത് പിന്നെ ഉള്ളിയും ജീരകം വരെ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനൊരു കൃഷിക്കാരന് വേണ്ടി ഒരുപാട് കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ച് മുൻകൈ എടുത്തതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലും സജീവമായി രമ അത് നന്നായി വീട്ടിൽ ജൈവ പച്ചക്കറി ഇവിടുത്തെ പശുവിൻ്റെ മാടിൻ്റെയും മൂത്രവും പിന്നെ ചാണകവും ആട്ടുമുളകൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ വളമായിട്ട് ഉപയോഗിച്ചിരുന്നത്. വേറൊരു തരത്തിലുള്ള എന്ത് കീടം വന്നാലും ജൈവ കീടനാശിനി തന്നെ ഉപയോഗിക്കുള്ളൂ. അത് ഇപ്പോഴും തോട്ടം തുടരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു നിറവ് എന്ന് പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ MLA ആയിരിക്കുമ്പോൾ ഈ തരിശായ എല്ലാ സ്ഥലങ്ങളും കൃഷി ചെയ്യാൻ വേണ്ടി 100 ഏക്കറിലാണ് ഈ പുത്തഞ്ചിറയും മാളയും കൂടി ചേർന്ന സ്ഥലത്ത് അഷ്ടമിച്ചിറ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നെൽകൃഷി തന്നെ നടത്തി. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്യാതെ കിടന്ന തരിശ് നിലങ്ങളെ കൂട്ടായ്മ ഉണ്ടാക്കി ഭൂവുടമകളെ സമ്മതം വാങ്ങി അവിടെ കുറേ പേരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വലിയൊരു നിറവ് എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചു. അതും അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന KP മോഹനൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ നിറവ് പദ്ധതി പിന്നെ കേരള ഗവൺമെൻറ് ഔദ്യോഗിക പദ്ധതിയായിട്ട് ഏറ്റെടുത്തു. എൻ്റെ സ്നേഹിതനായിരുന്ന VD സതീശൻ തൊട്ടടുത്ത് സതീശൻ പറവൂരും ഞാൻ കൊടുങ്ങല്ലൂരും ഉൾപ്പെടുന്ന കൊടുങ്ങല്ലൂർ നിയമമണ്ഡലത്തിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ അയൽവാസികളാണ്. എൻ്റെ നിറവ് പദ്ധതി ഇതേപോലെ പറവൂരും ആരംഭിച്ചു. അത് പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചു. കേരള ഗവൺമെൻറ് ഔദ്യോഗിക പരിപാടിയായി പദ്ധതിയായി നിറവ് പദ്ധതി മാറി. ഞാൻ MLA ആയിരിക്കുമ്പോൾ MP ആയിരിക്കുമ്പോൾ MP's ഹരിതം എന്ന് പറഞ്ഞ പദ്ധതി ആരംഭിച്ചു. MP's ഹരിതം കോവിഡ് കാലത്ത് എല്ലാവർക്കും MP ഓഫീസിൽ നിന്ന് ഓരോ സ്ഥലത്തും ഓരോ കോർഡിനേറ്റർമാരെ വെച്ച് ഒരു പഞ്ചായത്തിൽ കോർഡിനേറ്റർ വെച്ച് നല്ല പച്ചക്കറി തൈയും വിത്തുകളും കൊടുത്തു. പിന്നെ MP's ഹരിതം
അത് ആളുകൾ കോവിഡ് വെറുതെ ഇരുന്നപ്പോൾ അവർക്ക് കിട്ടിയൊരു അവസരമാക്കി അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയതാണ്. അത് നമ്മൾ വാക്ക് വെറുതെ പറയല്ല, പറയുന്നവനോട് നീതി പുലർത്താൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ്. അത് വീട്ടിലും ഞാൻ എങ്ങനെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം രമേനെ സഹായിക്കാൻ വേണ്ടി വരും. ഇതിലൊക്കെ കണ്ടിട്ട് പൂർണ്ണമായി രമിക്കാണ്. എനിക്കൊന്ന് വെറുതെ ഒന്ന് ഇത് നനച്ച് ഒരിത്തിരി ചാണകപ്പൊടി അവിടെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ആ ചെറിയൊരു മൺമട്ടി കൊണ്ട് അവിടെ ഒന്നൊരു തടം എടുത്ത് അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സംതൃപ്തിയാണ്. നമ്മളൊക്കെ പൊതുജീവിതത്തിൻ്റെ ശിഷ്ടകാലം സ്വാഭാവികമായും എന്തൊക്കെ പ്രവൃത്തി വേണം എന്തൊക്കെയാണെന്നുള്ള നമുക്ക് കൃത്യമായും നമ്മൾ വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് പോകില്ല. അതിനുള്ള മനസ്സുമൊക്കെ ഉണ്ട്. ആ മനസ്സാഗ്രഹിക്കുന്നതിൽ ശരീരം എത്തിയ ആയുസ്സുള്ള കാലം വരെ ഇത്തരം പിന്നെ പരിസ്ഥിതി കാർഷിക ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്കുള്ള ചീരത്തയ്യ. നമുക്ക് മാത്രമല്ല എല്ലാ അയൽക്കാരും കൊടുക്കും ചീരത്തൈ. ആൾക്കാർക്ക് ഈ തൈ നിന്ന് ഇവിടെ വരുന്ന ആർക്ക് വേണമെങ്കിൽ കൊടുക്കും. ആര് വന്ന് ഇവിടെ എന്ത് സാധനം ചോദിച്ചാലും ഇവിടെ നോ എന്നുള്ളൊരു വാക്കില്ല, ആർക്കും ഇല്ല. അത് എനിക്ക് മാത്രമല്ല, അത് രമയുടെ ഒരു പ്രത്യേകത അതാണ്. രമ ആരോടും നോ എന്ന് പറയില്ല. നമുക്കില്ലെങ്കിലും വേറെ ആൾക്ക് കൊടുക്കും. അതേപോലെ മറ്റാളുകൾ നമുക്ക് തരുന്നതുകൊണ്ടാണ്. എന്നെപ്പോലത്തെ ഒരാൾ ഇവിടെ വരത്തിയ എങ്ങനെയാണ്? ഒരുപാട് പേരുടെ യെസ്സിനാണ്, ഒരുപാട് പേരുടെ ശരിയാണ്, ഒരുപാട് പേരുടെ കൂട്ടിച്ചേർക്കലാണ്, ഒരുപാട് പേര് ചേർത്ത് നിർത്തി തന്ന സ്നേഹവും പിന്തുണയും സഹായവുമാണ്. നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക. നമുക്ക് വേറെ ആൾ തരും, നമ്മൾ ഒരാൾ കൊടുത്താൽ വേറെ ആൾ നമുക്ക് തരും. അത് പച്ചക്കറി തൈ ആയാലും ചീരത്തൈ ആയാലും സ്നേഹമായാലും നമ്മുടെ കയ്യിലുള്ള എന്ത് വസ്തുവായാലും ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഇരിക്കാനും, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ കൂടുതലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒറ്റ കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായി മാനസിക സംഘർഷമുണ്ട്. ആരും പിടിച്ചു കൊണ്ടുപോകണം നേരെ. അത് ചെറുപ്പത്തിൽ അമ്മ പഠിപ്പിച്ചതാണ്. അതായത് MLA ക്വാർട്ടേഴ്സിൽ അത് ഇപ്പോൾ VD സതീശൻ, ഹൈബി ഈഡൻ, VT ബൽറാം, KM ഷാജി, ഈ അന്ന് MLA ആയിരുന്ന മുസ്ലിം ലീഗിൻ്റെ അഹമ്മദ് കബീർ, അൻവർ സാദത്ത്, ഇവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് സ്ഥിരമായി ഒന്നിച്ച് എൻ്റെ MLA ഹോസ്റ്റലിൽ എൻ്റെ ഫ്ലാറ്റിലാണ് ഭക്ഷണം കഴിക്കുക. അന്ന് ഞങ്ങൾ 10 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കും. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകന്മാർ അവരെല്ലാവരും കൂടെ വരും. ഒരിക്കൽ KP രാജേന്ദ്രൻ മന്ത്രി ആയിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ K രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട്. MB പിന്നെ ജയരാജേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് അതൊക്കെ നമുക്കൊരു ഭയങ്കര സംതൃപ്തിയാണ്. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് നിന്ന് പാളയം മാർക്കറ്റിൽ നിന്ന് MLA ഹോസ്റ്റലിലുള്ള എൻ്റെ സഹായിക്കാൻ സന്തോഷപ്പെട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വരും. അന്ന് VT ബൽറാം വെജിറ്റേറിയൻ ആയിരുന്നു. VT ബൽറാമിന് മാത്രമായിട്ട് പ്രത്യേകമായി മോര് കാച്ചിയതും സൗകര്യം ഉണ്ടാക്കും. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഊണ് കഴിച്ച് ഒരു മധുരം കപ്പലണ്ടി മിഠായും കഴിച്ചിട്ട് തിരിച്ച് അസംബ്ലി പോകുള്ളൂ. ഒരുമിച്ച് വരും, ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് അസംബ്ലി പോകും. അത് ഞാൻ MLA ആയിരിക്കണ കാലത്ത് MLA ഹോസ്റ്റലിൻ്റെ എൻ്റെ റൂമിൻ്റെ പേര് പിന്നെ മുസിരിസ് ഹൗസ് എന്നാണ്. ഞാൻ എൻ്റെ വീട് കൂടുതൽ MLA ആയിരിക്കുമ്പോൾ എൻ്റെ വീട് മുസിരിസ് ഹൗസ് എന്ന് പേരിട്ടെ. എല്ലാവരും പറയും മുസിരിസ് ലഞ്ച് ഹോമിൽ പോകാമെന്ന് പറയും. അത് ചെറുപ്പത്തിൽ അമ്മ പഠിപ്പിച്ചതാണ്, ചെറിയ പ്രായത്തിൽ. തിരുവനന്തപുരത്ത് MLA ആയിരിക്കുമ്പോൾ MLA ക്വാർട്ടേഴ്സിൽ എൻ്റെ ഫ്ലാറ്റിൽ മുസിരിസ് ഹൗസിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ MLA മാരും തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ കൂടി വന്ന് ഭക്ഷണം കഴിക്കും. അതൊരു രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ MP ആയപ്പോഴും ഇത് തുടർന്നു. ഡൽഹിയിൽ ഞാൻ സഹപ്രവർത്തകന്മാരായ MP മാർ, ഡൽഹിയിലെ എനിക്ക് അടുപ്പുള്ള മലയാളി മാധ്യമ പ്രവർത്തകന്മാർ, അവിടെ നമ്മുടെ വീട്ടിൽ എൻ്റെ ഭാര്യ രമ അവിടെ ഉള്ളപ്പോൾ രമ ഉണ്ടാക്കുന്ന ഭക്ഷണം, ഇല്ലാത്തപ്പോൾ പിന്നെ മറ്റ് എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കും. അത് അമീതൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ ഡോക്ടർ NS അമീതൊക്കെ അന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുച്ചില്ലും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലെയും JNUവിലൊക്കെ നമ്മുടെ മലയാളി കുട്ടികളൊക്കെ വന്ന് അവിടെ ഭക്ഷണം കഴിക്കും. ഞങ്ങൾ വളരെ നാൾ പാട്ട് പാടും, ഗസൽ ആലപിക്കും. അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഹാർമോണിയവും അതേപോലെ സിത്താറൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ ഡൽഹിയിലെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച മലയാളി കുട്ടികൾ ഞങ്ങളിടയ്ക്ക് രാത്രി വന്നിരുന്ന അവിടെ നിന്ന് ഗസൽ പാടുക, പാട്ട് പാടുക, ഇതൊക്കെയായിരുന്നു. ഈ സൗഹൃദമാണ് നമുക്ക് ആകുള്ളൊരു ഏറ്റവും വലിയൊരു നിധി. ഈ സൗഹൃദം എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോയോ അന്ന് നമ്മൾ മരിക്കും. ഈ ദൈവത്തോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന സൗഹൃദം നിലനിർത്താൻ വേണ്ടിയിട്ട്, ഈശ്വര
നീ എനിക്ക് എന്നും അനുഗ്രഹം തരണേ എന്നുള്ളതാണ്. അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും ഉറപ്പായും.